സുനിൽ, സംസ്ഥാനം ഒട്ടേറെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. 14ഓളം ആവശ്യങ്ങളാണ് കേന്ദ്രത്തിന് മുന്നിൽ കേരളം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ചിലതിനെങ്കിലും ഉത്തരം കിട്ടുമോ എന്നൊരു പ്രതീക്ഷയിലാണ്. ഈ GST നഷ്ടപരിഹാരം അവസാനിച്ചതിന് ശേഷമുള്ള സാമ്പത്തിക നഷ്ടത്തിനു വേണ്ടി 24,000 കോടി എന്നുള്ളതൊന്നും ഒരുപക്ഷെ അത്ര എളുപ്പത്തിൽ യാഥാർത്ഥ്യമാകാൻ സാധ്യതയില്ല. പക്ഷെ അപ്പോഴും വയനാട് പാക്കേജ് അടക്കം ഒരുപക്ഷെ ബജറ്റിൽ കണ്ടേക്കാം എന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ സുനിൽ? അരുൺ, തീർച്ചയായും വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. കാരണം വയനാട്ടിലുണ്ടായത് സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ്. അപ്പോൾ അത്തരമൊരു ദുരന്തത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ അതൊരു തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും വയനാടിനൊരു സഹായം ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ്. ബജറ്റിന് പുറമേ തന്നെ ഒരു പാക്കേജായി ഇത് പ്രഖ്യാപിക്കണം എന്നതായിരുന്നു കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിനായി മുഖ്യമന്ത്രിയൊക്കെ തന്നെ ദില്ലിയിലെത്തുകയും കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. ഈ വിഷയത്തിൽ കേരളം നിവേദനം നൽകിയിട്ടുണ്ട്. 2,000 കോടി രൂപയിലധികം ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം. ഏതായാലും പ്രത്യേക പാക്കേജ് നേരത്തെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഇതൊരു പദ്ധതിയായി ഒരുപക്ഷെ ബജറ്റിൽ ഉൾപ്പെടുത്തും എന്നതാണ് കേരളത്തിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ ബജറ്റിൽ അതുണ്ടാകും എന്ന് വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം കേരളം വലിയ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്ന്. ഏതായാലും ഇതുൾപ്പെടെ കേരളം ഒരുപാട് പ്രതീക്ഷകൾ ഈ ബജറ്റിൽ വെച്ചു പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ദീർഘനാളായി കേരളം ആവശ്യപ്പെടുന്നതാണ് എയിംസ് കേരളത്തിന് അനുവദിക്കണം എന്നത്. നേരത്തെ എയിംസ് കേരളത്തിന് അനുവദിക്കും എന്നൊക്കെ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഒക്കെ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും മറ്റ് പല സംസ്ഥാനങ്ങളിലും എയിംസ് പ്രഖ്യാപിച്ചു. പക്ഷേ കേരളത്തിന് മാത്രം എയിംസ് പ്രഖ്യാപിച്ചിട്ടില്ല. അതും കേരളത്തിന്റെ വലിയ പ്രതീക്ഷകളിലൊന്നാണ്. ഇതുകൂടാതെ റെയിൽവേ മേഖലയിലെ വികസനമാണ് കേരളം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. റെയിൽവേ മേഖലയിൽ പാത ഇരട്ടിപ്പ് കേരളം ദീർഘനാളായി ആവശ്യപ്പെടുകയാണ്. 2 വരി പാതയാണ് നിലവിലുള്ളത്. അത് 3 വരി, 3-ാം പാത കേരളത്തിൽ തുടങ്ങണം, ആരംഭിക്കണം. അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കണം എന്നൊക്കെ കേരളം ആവശ്യപ്പെടുകയാണ്. കാരണം ഈ യാത്രാ ദുരിതമൊക്കെ തന്നെ പരിഹരിക്കാനായി ഒരു 3-ാം പാത കേരളത്തിൽ വേണം. അതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്കൊക്കെ തന്നെ റെയിൽവേ കടക്കണം എന്നൊക്കെ കേരളം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഈ ബജറ്റിൽ അതിനായി ഒരു പദ്ധതിയോ സർവേയോ ഈ ബജറ്റ് പ്രഖ്യാപിക്കും എന്നൊരു പ്രതീക്ഷ കൂടി കേരളം വെച്ചു പുലർത്തുന്നുണ്ട്. ഇതുകൂടാതെ കേരളത്തിൻ്റെ മറ്റ് മേഖലകളിലേക്കൊക്കെ തന്നെ എന്തൊക്കെ നീക്കിയിരിപ്പ് ബജറ്റിലൂടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തും എന്നുകൂടി നമുക്ക് അറിയാൻ കാത്തിരിക്കാം. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ, ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനത്തിന് സാധ്യതയുണ്ടോ ഇത്തവണ? തീർച്ചയായും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ബീഹാറിലും ദില്ലിയിലുമൊക്കെ ദില്ലിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ പാടില്ല എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുന്നു. ആ പശ്ചാത്തലത്തിൽ ദില്ലിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യത. പക്ഷേ ബീഹാറുമായി ബന്ധപ്പെട്ട് ഇത്തവണയും വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ബീഹാറിൽ സമ്മർദ്ദം ചെലുത്താൻ നിതീഷ് കുമാറിന് സാധിക്കുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തിയിൽ ഒരാളാണ് നിതീഷ് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന്മേൽ ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്രം അതിന് വഴങ്ങേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിന് വലിയ പദ്ധതികൾ ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിന് സമാനമായ രീതിയിൽ തന്നെ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ ദില്ലിയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിലേക്ക് പോകില്ല. പക്ഷേ എങ്കിൽ പോലും മൊത്തത്തിൽ പറയുമ്പോൾ ഒരു ദില്ലിയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനത്തിലേക്കായിരിക്കും. പ്രത്യേകിച്ച് നദികളുടെ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ യമുനയുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്ത് കേന്ദ്ര സർക്കാരിന് മൊത്തത്തിൽ പറയാൻ കഴിയും. അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം മലിനീകരണം, അതോടൊപ്പം തന്നെ റോഡുകളുടെ വികസനം ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ, ഫ്ലൈ ഓവറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പറയാൻ കഴിയും. എന്താണെങ്കിലും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഇത്തവണയും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ബീഹാർ ഇലക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കും. കർഷകരുടെ കാര്യത്തിലും വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർഷകരുടെ സമരം കഴിഞ്ഞ 2 വർഷമായി പല ഘട്ടങ്ങളിലായി തുടരുന്നൊരു സ്ഥിതിയാണ് രാജ്യത്തുള്ളത്. വലിയ പ്രതിഷേധങ്ങളാണ് കർഷകർ ഉയർത്തുന്നത്. നേരത്തെ 3 കാർഷിക ബില്ലുകൾ കൊണ്ടുവന്നതിനെതിരെ 1 വർഷത്തിലധികം നീണ്ട പ്രക്ഷോഭമായിരുന്നു കർഷകർ നടത്തിയത്. അതിനുശേഷം ആ 3 കാർഷിക ബില്ലുകൾ പിൻവലിച്ചുവെങ്കിൽ പോലും അന്ന് കർഷകർക്ക് നൽകിയ ഉറപ്പുകൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ആ ഉറപ്പിനു വേണ്ടി ഇപ്പോഴും കർഷകർ സമരരംഗത്താണ്. അപ്പോൾ കർഷകരെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെയാണ് നികുതി ഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുമെന്നത്. ദിൽ മാംഗെ മോർ, ഒരു പരസ്യവാചകം നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ ദിൽ മാംഗെ മോർ എന്ന് പറയുന്നത് പോലെ കൂടുതൽ ഈ കുറച്ചുകൂടി പൈസ സാധാരണ ജനങ്ങൾക്ക്, മധ്യവർഗത്തിന് അവരുടെ സാലറിയിൽ നിന്ന്, മാസശമ്പളത്തിൽ നിന്ന് കുറച്ചുകൂടി അവരുടെ
പോക്കറ്റിലേക്ക് ഇടാൻ കഴിഞ്ഞാൽ അത് അവരെ സന്തോഷിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിനായി എന്തൊക്കെ ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തും എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഏതായാലും അതൊക്കെ ഒരുപക്ഷെ ഈ പ്രത്യേകിച്ച് ദില്ലി തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.